പ്രിയമുള്ളവരെ, വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പ്രതിമാസ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ അവസരത്തിൽ ചില സ്വാതന്ത്ര്യദിന ചിന്തകളാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. നമ്മുടെ അതിഥി ശ്രീ തോമസ് PJ പതിയിൽ. മാങ്കുളം സെൻറ് മേരീസ് ഹൈസ്കൂൾ റിട്ടയേർഡ് മലയാളം അധ്യാപകനായിരുന്ന ശ്രീ തോമസ് മാങ്കുളം പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മെമ്പറുമാണ്. എന്നാൽ മണ്ണിനെ അറിയുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു കർഷകൻ എന്നതാണ് തോമസ് മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പദവി. പ്രിയ തോമസ് മാഷിൻ്റെ വാക്കുകളിലേക്ക്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചിന്തകളുടെ ഓരം പറ്റി നടന്നാൽ പോലും ഐതിഹാസികവും സമാനതകളില്ലാത്തതുമായ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കാനാവില്ല. ഭൂപ്രകൃതി കൊണ്ടും ജനങ്ങളുടെ സാമൂഹിക സവിശേഷതകൾ കൊണ്ടും ഒരുമയേക്കാളേറെ വൈവിധ്യം പുലർത്തിയ ഒരു ഭൂഭാഗത്ത് ഇന്ത്യ എന്ന ഏകരാഷ്ട്ര സങ്കല്പം രൂപം കൊണ്ടത് തന്നെ അത്ഭുതകരമാണ്. നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന വൈദേശികാധിപത്യവും രാജ്യത്ത് നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടിയ ദാരിദ്ര്യവുമെല്ലാം മറികടക്കാൻ ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യമല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്ന തിരിച്ചറിവും സ്വന്തം ജീവിതങ്ങൾ ഹോമിച്ച് ആ തിരിച്ചറിവിലേക്ക് ജനകോടികളെ നയിക്കാൻ വെളിച്ചം പകർന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുമായിരുന്നു ഇന്ത്യൻ ദേശീയ ബോധത്തിന് ചാലകശക്തിയായി വർത്തിച്ചത്. മഹാത്മാഗാന്ധിയുടെയും മറ്റനേകം സ്വാതന്ത്ര്യ സമര നായകരുടെയും ആഹ്വാനങ്ങൾ ആത്മാവിലേറ്റുവാങ്ങി ഈ നാട്ടിലെ ജനത സമരാഗ്നിയുടെ തീഷ്ണതയിലേക്ക് സ്വയം എടുത്തെറിഞ്ഞത് ഇന്നത്തെ സമൂഹത്തിന് കെട്ടുകഥയായേ തോന്നൂ. കാരണം ഒന്നും നേടില്ല എന്ന് മാത്രമല്ല, വിലയേറിയവ ഒരുപാട് നഷ്ടപ്പെടും എന്ന ഉത്തമ ബോധ്യത്തോടെ പ്രക്ഷോഭ പരമ്പരകളുടെ കനൽ വഴികളിലൂടെ നിർഭയം നടക്കുവാൻ നമ്മുടെ പൂർവികരെ പ്രേരിപ്പിച്ചത് എന്തിനും മീതെയാണ് മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന തിരിച്ചറിവ് മാത്രമായിരുന്നു. ഉണ്ണാനും ഉടുക്കാനുമില്ലാതെ ജീവിതത്തിൻ്റെ പുറംപോക്കുകളിൽ വിശപ്പ് പുതച്ച് കഴിഞ്ഞിരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ വ്യസനം പരിഹരിക്കാൻ രാഷ്ട്ര സ്വാതന്ത്ര്യമല്ലാതെ വേറെ വഴി അവർക്കില്ലായിരുന്നു. കുടുംബം, സമ്പത്ത്, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിങ്ങനെ കനപ്പെട്ടവയെന്ന് കരുതുന്ന എല്ലാം ഉപേക്ഷിച്ചാണ് സമരവീഥികളിൽ അവർ പ്രകാശനാളങ്ങളായി എരിഞ്ഞിറങ്ങിയത്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ജനിച്ചു വളർന്ന നവതലമുറയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ നോവും കണ്ണീരും ആത്മബലികളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിലേ നമ്മുടെ പൂർവികർ കിനാവ് കണ്ട സ്വതന്ത്ര ഭാരതം യാഥാർത്ഥ്യമാകൂ. മൂല്യവിചാരങ്ങളെല്ലാം പണത്തിൻ്റെ സ്വാധീനഫലമായി വർത്തമാനകാലത്ത് തമസ്കരിക്കപ്പെടുകയാണ്. അധികാരവും പണവും സ്വായത്തമാക്കുവാൻ ഏതു വഴിയും തിരഞ്ഞെടുക്കാം എന്ന അന്ധകാര ചിന്ത സമൂഹഗാത്രത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നു ഭയപ്പെടുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. എവിടെയും മാറ്റമുണ്ടാക്കിയത് യുവതയാണ്. നമ്മുടെ യുവത പരിവർത്തനത്തിൻ്റെ, ആദർശത്തിൻ്റെ, മൂല്യബോധത്തിൻ്റെ പതാകവാഹകരായി മാറുക തന്നെ ചെയ്യും എന്ന വിശ്വാസം പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നതാണ് ഭാവിയുടെ ശുഭസൂചനകൾ.